ഹലോ, എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. അപ്പോൾ ഒരു എന്താ പറയുക, സ്പെഷ്യൽ ഡേ കുറേ ആൾക്കാരെങ്കിലും ആഘോഷിച്ചുകൊണ്ടിരിക്കുകയെന്ന് കരുതുന്നു. ശരിക്കും പറഞ്ഞാൽ സ്പെഷ്യൽ ഡേ അല്ലെങ്കിൽ കപ്പിൾസിന് വേണ്ടി മാത്രമുള്ള ദിവസമാണ് വാലന്റൈൻസ് ഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ല, അങ്ങനെ എനിക്ക് തോന്നുന്നില്ല. നമുക്ക് വേണമെങ്കിൽ നമ്മുടെ പാരൻസിനെ ഒന്ന് ഡേറ്റിൽ പുറത്ത് കൊണ്ടുപോകാം, അല്ലെങ്കിൽ നമ്മുടെ സിബ്ലിങ്സിന് അവർക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും സാധനങ്ങൾ മേടിച്ചു കൊടുക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നമ്മൾക്ക് അപ്പൂപ്പനും അമ്മൂമ്മയായിട്ട് അവരുടെ വീട്ടിൽ പോയി അവരെ കാണുക, അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലുമൊക്കെ മേടിച്ചു കൊടുക്കുക, അവരായിട്ട് ഫുഡ് കഴിക്കുക. ഇത് കപ്പിൾസിന് വേണ്ടി മാത്രമുള്ളൊരു ഡേ ആയിട്ട് നമ്മൾ ഇതാക്കരുത്, കാണരുത്. നമ്മൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ എന്താ വെച്ചാൽ നമുക്ക് ചെയ്യാം. നമ്മളുടെ സന്തോഷമല്ലേ വലുത്. അപ്പോൾ എനിക്കും കുറേ വർഷങ്ങൾക്ക് മുന്നേ എന്നല്ല, കഴിഞ്ഞൊരു വർഷം മുന്നേ വരെ എൻ്റെ മനസ്സിൽ വാലന്റൈൻസ് ഡേ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ആരും ഗിഫ്റ്റ് ഒന്നും തന്നിട്ടില്ല, അല്ലെങ്കിൽ എനിക്കാരും ഒന്നും ചെയ്തു തന്നിട്ടില്ല. വാലന്റൈൻസ് ഡേക്ക് എനിക്ക് വാലന്റൈൻസ് ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അതിന് പറ്റിയൊരു പാർട്ട്ണർ എന്നാണോ എന്തോ വരുന്നത്, അല്ലെങ്കിൽ വന്നാൽ മാത്രമേ ഞാൻ കല്യാണം കഴിക്കുകയുള്ളൂ എന്നൊക്കെ വിചാരിച്ചിരുന്ന ഒരു ടൈമായിരുന്നു. കഴിഞ്ഞ ഒരു ഇയർ, അതായത് 2022 ഇയർ എൻഡിലാണ് ഞാൻ വിഷ്ണുവായിട്ട് ബാക്കിലിരിക്കുന്ന ആളായിട്ട് ഇങ്ങനൊരു പ്രപ്പോസൽ എൻ്റെ വീട്ടിൽ നിന്ന് പോകുന്നതും. ഞങ്ങൾ ഒരു കൈൻഡ് ഓഫ് റിലേറ്റീവ്സ് ആണ്. അപ്പോൾ അങ്ങനെ നമ്മൾ തമ്മിലാണെങ്കിലും എൻ്റെ ഫ്രണ്ട്സ് ത്രൂ ആണെങ്കിലും നമ്മൾ അതിൻ്റെ പറ്റിയിട്ട് സംസാരിച്ച് തുടങ്ങിയത്. 2023 ഒരു എന്താ പറയുക, ഒരു ബിഗിനിങ്ങിലൊക്കെയാണ്. ശരി, നമ്മൾ രണ്ടുപേരും അല്ലെങ്കിൽ വിഷ്ണു എനിക്ക് ഓക്കെ ആയിട്ടുള്ള ഒരു പാർട്ട്ണറാണ്. ഞാൻ കുറേ ടെസ്റ്റ് ചെയ്തതിന് ശേഷം എനിക്കിത് ഓക്കെ ആണ്, അല്ലെങ്കിൽ എനിക്കിത് മതി എന്ന് എനിക്ക് തോന്നിയത് ആ ഒരു ടൈമാണ്. അതിനുശേഷം വി ഗോട്ട് എൻഗേജ്ഡ് ആൻഡ് ടുവേർഡ്സ് ദി എൻഡ് ഓഫ് 2023 വി ഗോട്ട് മാരീഡ് ആസ് വെൽ. 2023 എന്ന് പറയുമ്പോൾ കുറേ മിക്സ്ഡ് ഇമോഷൻസ് ആണ് കേട്ടോ. ട്രാജഡീസ് ആയിരുന്നു ഏറ്റവും കൂടുതൽ, ബട്ട് സ്റ്റിൽ ലുക്ക് ഓൺ ദ ബ്രൈറ്റർ സൈഡ് എന്ന് പറയാനായിട്ട് വി ഗോട്ട് മാരീഡ് ആൻഡ് എന്താ പറയുക, അങ്ങനെ കുറേ. പിന്നെ ഞാൻ മാലകപ്പുറം ജോയിൻ ചെയ്തു. കുറേ നല്ല കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഏറ്റവും കൂടുതൽ എന്ന് പറയുമ്പോൾ വിഷമം നിറഞ്ഞ കുറേ സംഭവങ്ങളായിരുന്നു. മൈ ഗ്രാൻഡ് മോം പാസ്റ്റ് അവേ ആൻഡ് ഗ്രാൻഡ് ഫാദർ സിക്ക്. അപ്പോൾ അങ്ങനത്തെ കുറച്ച് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. പിന്നെ അത് മാത്രമല്ല, ഓൾമോസ്റ്റ് ഒരു 8-9 മാസത്തോളം ഞാൻ വർക്കില്ലാണ്ട് വീട്ടിലിരുന്നു, സ്ട്രഗിൾ ചെയ്തു. അപ്പം അതൊക്കെ ഒരു എന്താ പറയുക, ഒരു വലിയൊരു ഇത് തന്നെയായിരുന്നു. കാരണം ഞാനൊരു ചെറിയ ഏജ് തൊട്ട് സ്വന്തമായിട്ട് ജോബ് ചെയ്യുക, പൈസ ഉണ്ടാക്കുക. ചെറിയ പൈസയൊക്കെ ആയിരിക്കും കേട്ടോ റെമ്യൂണറേഷൻ, പക്ഷെ എന്നാൽ പോലും അത് വെച്ച് സ്വന്തം കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന ഒരാളായിരുന്നു. അപ്പോൾ പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ അതെല്ലാം നിന്നു. എനിക്കൊരു രൂപ എടുക്കാനില്ല എന്നൊക്കെ വന്നപ്പോഴത്തേക്ക് അതൊരു ഭയങ്കര മോശം ഒരു ഇതായിരുന്നു കേട്ടോ, എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക്. പക്ഷേ ലക്ലി ഐ ഹാഡ് വിഷ്ണു വിത്ത് മീ ആൻഡ് ഞങ്ങൾ രണ്ടുപേരും കൂടി ഒരുമിച്ച് ജോലിയില്ലാണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തെണ്ടി നടന്നു കുറേ നാൾ. ജോലി തേടി നടന്നു. പിന്നെ ജോലി തേടി നടന്നു എന്ന് പറയാൻ ഒക്കത്തില്ല, കാരണം എനിക്ക് ഇതിനിടയ്ക്ക് ഓപ്പർച്യൂണിറ്റീസ് വരുന്നുണ്ടായിരുന്നു. ദാറ്റ് സീരിയൽ ആണെങ്കിലും ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു. പക്ഷേങ്കിൽ മെയിൻ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഞാൻ ചെയ്ത ആ ഒരു വർക്ക് ഉണ്ടല്ലോ, ഞാനും എന്ന് പറയാൻ ഒരു 3.5 ഇയർ പോയിട്ടുണ്ടായിരുന്നു. അതായത് കണ്ടിന്യൂസ്, അല്ലെങ്കിൽ നമുക്ക് അതിനൊരു കമ്മിറ്റ്മെന്റ് വേണം. ആ ഒരു വർക്കിൽ നമ്മൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിൽ നിന്നൊരു എന്താ പറയുക, നമുക്ക് നമ്മുടെ കാര്യങ്ങളുണ്ട് വരാൻ പറ്റില്ല, അല്ലെങ്കിൽ അങ്ങനെയൊന്നും നമുക്ക് പറയാൻ ഒക്കില്ല. മറ്റുള്ള ജോബ് എന്ന് പറയുമ്പോൾ ഇപ്പം ലീവ് എടുക്കാം, നമുക്ക് അങ്ങനെ പല ഓപ്ഷൻസ് ഉണ്ട്. ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ചാർട്ട് എഴുതി, അല്ലെങ്കിൽ നമ്മുടെ നെയിം ഉണ്ട്, അന്നത്തെ ഷൂട്ടിന് നമ്മളുടെ നെയിം ചാർട്ട് ചെയ്തു, അല്ലെങ്കിൽ ആ സീൻസ് ഒക്കെ എടുത്ത് വെച്ചേക്കാണെങ്കിൽ നമുക്ക് പിന്നെ ബാക്ക് ഔട്ട് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പലപ്പോഴും എനിക്ക് വയ്യാണ്ട് വന്നിട്ട് പോലും ഹോസ്പിറ്റലിൽ പോയി ഡ്രിപ്പ് ഇട്ടിട്ട് തിരിച്ച് വന്ന് ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. അവർക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അത് അവർ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, ബട്ട് അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് അവരും ഹെൽപ്ലെസ് ആണ്. കാരണം എൻ്റെ കാര്യങ്ങളൊക്കെയാണ്, മീൻസ് എൻ്റെ സീൻസ് ആണ് എഴുതി വെച്ചിട്ടുള്ളത്. അപ്പം അങ്ങനെ വന്നപ്പോഴേക്കും ഞാൻ വിചാരിച്ചു ഇതൊരു ലോങ് ടേം ഒരു കമ്മിറ്റ്മെൻ്റ് ആണ് സീരിയൽ എന്ന് പറയുമ്പോൾ. പിന്നെ മൂവി ആണെങ്കിലും ഞാനൊരു മൂവി ചെയ്തിരുന്നു, പക്ഷെ അത് പല ഇഷ്യൂസ് കാരണം നിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് മൂവീസ് വരുമ്പോഴത്തേക്ക് പെട്ടെന്ന് കഴിയും, പേയ്മെൻറ്റ് കിട്ടും. എന്നാൽ പോലും എന്താ പറയുക, അതിന് പല ടെക്നിക്കൽ ഇഷ്യൂസ് എന്നല്ല, പല ഇഷ്യൂസ് ഉണ്ടായിട്ട് അത് നിന്ന് പോകാൻ ചാൻസസ് ഉണ്ട്. അല്ലെങ്കിൽ ഒരു ലോങ് ടേം ബ്രേക്ക് എടുത്തതിന് ശേഷം വീണ്ടും സ്റ്റാർട്ട് ചെയ്ത് ആ ഒരു രീതിയിലും വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഏതെടുക്കണം, ഏത് ചൂസ് ചെയ്യണം എന്നൊരു ഭയങ്കര ഡൗട്ടായിരുന്നു കേട്ടോ എനിക്ക്. പിന്നെ എനിക്ക് കൂടുതലും ഓപ്പർച്യൂണിറ്റീസ് വന്നത് സീരിയലിൽ നിന്ന് തന്നെയാണ്. കാരണം ഞാൻ ആ ഒരു ഞാനും കിട്ടിയ ആ ഒരു ഇത് കൊണ്ടാണ് എനിക്ക് ഏറ്റവും കൂടുതൽ സീരിയലിൽ നിന്ന് തന്നെ ഓപ്പർച്യൂണിറ്റീസ് വരുന്നുണ്ടായിരുന്നു. പക്ഷേ ഏറ്റവും കൂടുതൽ നെഗറ്റീവ് ആയിരുന്നു. എനിക്ക് ആ നെഗറ്റീവ് ചെയ്യേണ്ട എന്നുള്ള ഒരു ഇത് കൊണ്ടും ഞാൻ പിന്നെ വേണ്ടാന്ന് വെച്ചു. പിന്നെ വീട്ടിലാണെങ്കിലും പല എൻ്റെ പേഴ്സണൽ ഇഷ്യൂസ് ആണെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് കൊണ്ടാണെങ്കിലും ഒക്കെ കൊണ്ടും ഞാൻ ഇത് ചെയ്യുന്നില്ല. ഇനി എന്തായാലും ഒരു 1 ഇയർ ബ്രേക്ക് എടുത്തിട്ട് ഞാൻ എന്താണെന്ന് വെച്ചാൽ ചെയ്യുന്നുള്ളൂ, അല്ലെങ്കിൽ സ്റ്റഡീസിൽ ഫോക്കസ് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞ ആ ഒരു പല റീസൺസ് കാരണമാണ് ഞാനത് ചെയ്യാണ്ടിരുന്നത്. ടുവേർഡ്സ് ദി എൻഡ് ആയപ്പോഴത്തേക്ക് 2023 ഡിസംബർ ഒരു ഇനീഷ്യൽ ഒരു വീക്കിലാണ് എനിക്ക് മാളികപ്പുറം ഇങ്ങനെ ഒരു ഇത് വരുന്നത്. ഞാനത് ജോയിൻ ചെയ്തു. മാസത്തിൽ ഒരു 2-3 ദിവസം ഷൂട്ട് അത്രേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ലേറ്റർ ഓൺ സംഭവിച്ചതെന്ന് വെച്ചാൽ, ഞാനപ്പം വീണ്ടും ബാക്ക് ടു മിനി സ്ക്രീൻ, അല്ലെങ്കിൽ ഞാൻ വീണ്ടും ഇപ്പം ഫീൽഡിൽ ഇതായി എന്ന് വന്നപ്പോൾ എനിക്ക് വീണ്ടും ഓപ്പർച്യൂണിറ്റീസ് വരാൻ തുടങ്ങി. പക്ഷേ ആ ഓപ്പർച്യൂണിറ്റീസിൽ തന്നെ ഏതെടുക്കും എന്നൊരു കൺഫ്യൂഷൻ ആയിപ്പോയി. കാരണം ചിലർ അറിയാവുന്ന ആൾക്കാരാണ് വിളിക്കുന്നത്, എന്നാൽ എനിക്ക് ചിലപ്പോൾ ആ ക്യാരക്ടർ ഇഷ്ടമല്ലായിരിക്കും. എന്നാൽ ചിലർ അറിഞ്ഞുകൂടാത്ത ആൾക്കാരായിരിക്കും, ആ ക്യാരക്ടർ എനിക്ക് ചിലപ്പോൾ ഇഷ്ടമായിരിക്കും. പക്ഷേ വേറെ പേയ്മെൻറ്റ് ഇഷ്യൂസ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒക്കെ ഇഷ്യൂസ്, ചിലപ്പോൾ ഞാൻ എല്ലാം പറഞ്ഞു ഓക്കെ ആയിട്ട് ഫൈനലി അവർ എന്നെ മാറ്റി വേറെ ആൾക്കാരെ വെച്ച് വരെ ഇതിൻ്റെ ഇടയ്ക്ക് പല സംഭവങ്ങൾ നടന്നിട്ടുണ്ട്. അങ്ങനെ പല സംഭവങ്ങൾ, പല പ്രോജക്ട്സ്, അങ്ങനെ എനിക്കങ്ങനെ പല എക്സ്പീരിയൻസസ് ഉണ്ടായതുകൊണ്ട് ഞാനും ഇങ്ങനെ ഭയങ്കര ഒരു കുറച്ച് ഡൗട്ട്ഫുൾ ആയിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ജാനുവരി നമ്മുടെ 2024 സ്റ്റാർട്ട് ചെയ്ത്. ജാനുവരി അത്യാവശ്യം എനിക്ക് വർക്കൊക്കെ ഉണ്ടായിരുന്നു. ഞാനും വളരെ ഹാപ്പി, ഓക്കെ ഇയർ സ്റ്റാർട്ട് ചെയ്തു, മന്ത്
ജാനുവരി ആയപ്പോഴത്തേക്ക് ഞാൻ ഓക്കെ എനിക്ക് വർക്കൊക്കെ ഉണ്ട്, അത്യാവശ്യം ഫിനാൻഷ്യലി കുറച്ചൊന്ന് പണ്ടത്തെ ഒരു ഇതിൽ നിന്ന് ഒന്ന് ഇതായിട്ടുണ്ട് എന്നൊരു രീതി വന്നപ്പോഴാണ് എനിക്ക് സുഭദ്രത്തിൽ നിന്ന് കോൾ വരുന്നത്. സുഭദ്രം ചെയ്യുന്നത് നമ്മുടെ നീഞ്ഞാൻ്റെ ഡയറക്ടർ തന്നെയാണ്. അപ്പം സാർ ഇങ്ങനെ വിളിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒന്നുമില്ല ഗസ്റ്റ് അപ്പിയറൻസ് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മൂവിയിലൊക്കെ ഇന്നാൾ ക്യാമിയോ റോൾ ചെയ്തു എന്ന് പറഞ്ഞില്ലേ, അതേപോലെ. പക്ഷേ എന്നാൽ ഞാൻ ആ ഒരു ലെവലിൽ എത്തിയില്ലെങ്കിൽ പോലും ജസ്റ്റ് ഒരു 5 days ഷൂട്ട് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ കൂടുതൽ അതിൻ്റെ സ്റ്റോറിയും കാര്യങ്ങളൊന്നും ചോദിച്ചിട്ടില്ലായിരുന്നു. ഓക്കെ സാർ ഞാൻ വന്ന് ചെയ്യാം അത്രേ ഞാൻ പറഞ്ഞിട്ടുണ്ട്. കാരണം ഈ സുഭദ്രത്തിൻ്റെ എൻ്റെ ഫസ്റ്റ് കാസ്റ്റിംഗ് നടന്ന ടൈമിൽ എനിക്കും കോൾ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ ഒരു ടൈമിൽ എനിക്ക് ഞാൻ ഹോസ്പിറ്റൽ കേസായിട്ട് കുറച്ച് തിരക്കിലായിരുന്നുകൊണ്ട് തന്നെ എനിക്ക് അന്ന് ലുക്ക് ടെസ്റ്റിന് വരാനോ അല്ലെങ്കിൽ ഒന്നും എനിക്ക് യെസ് പറയാൻ പറ്റിയില്ല. അങ്ങനെ ഇരുന്നപ്പോഴാണ് എനിക്ക് ഇങ്ങനെ ഒരു ഗസ്റ്റ് അപ്പിയറൻസ് ഈ ഒരു ഇത് വന്നതും. അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ എന്തായാലും എന്താണെങ്കിലും നമുക്ക് പോയി ചെയ്യാമെന്നൊരു രീതി വന്ന് ഞാൻ യെസ് പറഞ്ഞത്. യെസ് പറഞ്ഞതിന് ശേഷമാണ് ആ ഒരു ടൈമിൽ തന്നെ ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് പറഞ്ഞല്ലോ ഞാനൊരു മൂവി ചെയ്തിരുന്നു, പക്ഷെ അത് നിർത്തി വെച്ചു എന്നൊക്കെ. അത് ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ ഡബ്ബിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് ഞാൻ പോയ ഈ ഒരു ടൈമിലാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ ഈ സുഭദ്രത്തിന് വിളിച്ചത്. സോ ഞാൻ അതിൻ്റെയൊക്കെ കാര്യത്തിൽ തിരക്കായിട്ട് എറണാകുളത്ത് നിൽക്കുമ്പോഴാണ് നിർത്തി ആ ഡബ്ബിംഗ് ഒക്കെ കഴിഞ്ഞ് തിരിച്ച് വന്നതിന് ശേഷമാണ് എന്താണ് സ്റ്റോറി, ഞാൻ ഈ 5 ദിവസം ഇല്ലൂ എന്ന് പറഞ്ഞെങ്കിൽ പോലും എന്ത് സംഭവമാണെന്ന് ചോദിക്കുന്നത്. അപ്പോഴാണ് സാർ എൻ്റെ അടുത്ത് പറയുന്നത് ഇങ്ങനെ ഒരു കല്യാണമാണ്, ഇങ്ങനെയാണ്, ഇന്ന ക്യാരക്ടറാണ്, ഇന്ന ആളാണ് നിൻ്റെ അച്ഛൻ, അഭീസൊക്കെ ഉണ്ട് എന്നൊക്കെ അറിഞ്ഞു. അങ്ങനെ ഓക്കെ എന്നെ കല്യാണം കഴിക്കുന്നത് ആരാണെന്ന് വെറുതെ ഒരു ക്യൂരിയോസിറ്റിയിൽ ചോദിച്ചപ്പോഴാണ് പിന്നെ അത് വിഷ്ണു ആയതും വിഷ്ണു ഞാനും കൂടിയിട്ട് ആ ഒരു സീരിയൽ ചെയ്തതും. ഒരിക്കലും ഞാൻ സാറിനെ വിളിച്ചിട്ട് അയ്യോ സാർ എൻ്റെ ഹസ്ബൻഡിനെ മാത്രം എനിക്ക് കല്യാണം കഴിക്കാൻ പറ്റൂ, ഓൺ സ്ക്രീൻ ആണെങ്കിലും ഓഫ് സ്ക്രീൻ ആണെങ്കിലും അല്ലെങ്കിൽ അതുകൊണ്ട് വിഷ്ണുവിനെ തന്നെ വിളിക്കണം എന്ന് പറഞ്ഞിട്ട് ഒന്നുമല്ല. ദിസ് ഇസ് വാട്ട് ഹാപ്പൻഡ്. ഓക്കെ ബാക്കി കാര്യം പറയാം. അപ്പം ഞാൻ ഇല്ലെങ്കിൽ ലേറ്റ് ആവും. ഇങ്ങനെയാണ് നമ്മൾ സുഭദ്രം ചെയ്തത് കേട്ടോ. അല്ലാണ്ട് നമ്മൾ സുഭദ്രത്തിൽ ഒരു ത്രൂ ഔട്ട് ക്യാരക്ടറോ അല്ലെങ്കിൽ വിഷ്ണു ഇതിലിങ്ങനെ ഉണ്ട് അല്ലെങ്കിൽ ആ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു കേട്ടോ. കാരണം റിയൽ ലൈഫിൽ ഞങ്ങളുടെ കല്യാണം വളരെ സിമ്പിൾ ആയിരുന്നു. സോ ഓൺ സ്ക്രീനിൽ അത്യാവശ്യം വലിയ നല്ല രീതിയിൽ കല്യാണം കഴിച്ചു പറയുമ്പോൾ ആ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു. പക്ഷേ അപ്പാർട്ട് ഫ്രം ദാറ്റ് ബാക്കിയെല്ലാം അഭിനയമാണല്ലോ. സോ ഇത്ര ദിവസമേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ മാക്സിമം അവിടെ എൻ്റെ പണ്ടത്തെ ക്രൂ ആയിട്ട് അല്ലെങ്കിൽ സാറായിട്ടാണെങ്കിലും ആ ഒരു പണ്ടത്തെ ഒരു ഓർമ്മ അതൊന്ന് റിലീവ് ചെയ്യാനായിട്ടാണ് കേട്ടോ ഞാൻ നോക്കിയത്. അപ്പൊ അത്രേ ഉള്ളൂ. പിന്നെ വിഷ്ണു ഫസ്റ്റ് ടൈം ആണ് ഇങ്ങനെ സീരിയൽ ഇത് ചെയ്യുന്നത്. അപ്പൊ അത് കാരണം ഞാൻ ഇങ്ങനെ സീരിയൽ ഞാൻ ഓരോ വിഷ്ണുവിനെ ഇങ്ങനെ ടീസ് ചെയ്യായിരുന്നു. അവൻ അറിയാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് ഞാനിങ്ങനെ അങ്ങനെ കേട്ടോ ഇതിങ്ങനെയാന്നൊക്കെ പറഞ്ഞിട്ട് ചുമ്മാ ഞാനിങ്ങനെ വലിയ രീതിയിൽ അവനെ പഠിപ്പിക്കുന്ന മാതിരിയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അതൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ അതിന്റെ ഹൈലൈറ്റ്. അപ്പൊ അത്രേ ഉള്ളൂ. സുഭദ്രത്തിൽ നമ്മൾ ത്രൂ ഔട്ട് അങ്ങനെയൊന്നും ഇല്ല. ഇൻ ഷോർട്ട് അത്രേ ഉള്ളൂ. പിന്നെ ഞാൻ ഇപ്പം ഒരു ക്യാമിയോ റോൾ ഒരു സീരിയലിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അതും സെയിം ഒരു ക്യാമിയോ റോളാണ് ചെയ്തത്. എന്താണെന്നറിയില്ല, ഇപ്പൊ ഞാൻ ഇങ്ങനെ ചെയ്തു തുടങ്ങി കഴിഞ്ഞപ്പോൾ പിന്നെ എല്ലാ സീരിയലിലും എന്നെ ഇതിന് വേണ്ടിയിട്ടാണ് വിളിക്കുന്നത്. പക്ഷേങ്കില് ഇല്ല, ഞാൻ അങ്ങനെ ഗസ്റ്റ് അപ്പിയറൻസസ് അത് ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ ഈ ഒരു ക്യാമിയോ റോൾ ചെയ്യാനുള്ള റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ കൂടെ മുന്നേ വർക്ക് ചെയ്ത കുറച്ച് പേര് അവിടെ ഉണ്ടായിരുന്നു. പിന്നെ അത് എന്താ പറയുക വേറൊരു ചാനലും കൂടിയാണ്. ഞാൻ ഇത്രയും നാൾ വർക്ക് ചെയ്തിട്ടുള്ള ആകെ 2 ചാനലായിട്ട്, അതായത് ഏഷ്യനെറ്റ് വർക്ക് ചെയ്തിട്ടുണ്ട്, ZKLO വർക്ക് ചെയ്ത് കൂടുതൽ വർക്ക് ചെയ്തത് ZKLO ആയിട്ടാണ്. പക്ഷെ മറ്റുള്ള ചാനൽസിലൊന്നും ഞാൻ വർക്ക് ചെയ്തിട്ടില്ലല്ലോ. അപ്പൊ ഇത് ഒരു ഓപ്പർച്യൂണിറ്റി അല്ല, ഒരു പുതിയ ചാനലിൽ അതും ഒരു പുതിയൊരു ക്യാരക്ടറായിരുന്നു. ഞാൻ എന്റെ ലൈഫിൽ ഇന്നേ വരെ ഞാൻ ആഗ്രഹിച്ച ഒരു സംഭവമായിരുന്നു. നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ, പോലീസ് യൂണിഫോമിൽ DYSP ആയിട്ടാണ്. അപ്പോ ഞാനും ചെയ്തിരുന്ന ടൈമിൽ തന്നെ എൻ്റെ അടുത്ത് പലരും ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ കഥയൊക്കെ ഞാൻ പിന്നെ പറഞ്ഞുതരാം. പക്ഷെ എന്നാലും കൂടെ ആക്ട് ചെയ്തിരുന്ന പലരും പറഞ്ഞിട്ടുണ്ട് ഇങ്ങനത്തെ ക്യാരക്ടർ വന്നു കഴിഞ്ഞാൽ ലക്ഷ്മി ചെയ്യണം കേട്ടോ, അത് നിനക്ക് നന്നായിട്ട് ചേരും എന്നൊക്കെ. പക്ഷെ അന്ന് ശരിക്കും പറഞ്ഞാൽ ഒരു തമാശയ്ക്ക് പറയുന്നതാണോ സീരിയസ് ആയിട്ട് പറയുന്നതാണോ എന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. അപ്പൊ എന്റെ മനസ്സിലുണ്ട് ഒന്ന് ചെയ്ത് നോക്കണം എന്നൊരു രീതി ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇരുന്നപ്പോഴാണ് എനിക്ക് ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി ഇരുന്നത്. അപ്പോൾ ഫസ്റ്റ് തന്നെ ഗസ്റ്റ് അപ്പിയറൻസ് 2 ദിവസം ഒന്ന് കേട്ടപ്പോൾ അയ്യോ ചേട്ടാ വേണ്ട, കൺട്രോളർ ചേട്ടൻ വിളിച്ചപ്പോൾ അയ്യോ വേണ്ടെന്ന് തന്നെയായിരുന്നു ഞാൻ പറഞ്ഞത്. പക്ഷെ പിന്നെ ഇന്ന ക്യാരക്ടറാണ് പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ DYSP അപ്പോൾ യൂണിഫോം ഒക്കെ ഇടാം, ഓക്കെ എനിക്കത് ചേരുമോ ഇല്ലയോ എന്ന് നോക്കാമല്ലോ. അപ്പോൾ ഇതാകുമ്പോൾ 2 ദിവസമേ ഉള്ളൂ ഷൂട്ടും താനും. അപ്പം ഞാനും വിചാരിച്ചു ഓക്കെ എനിക്ക് ഷൂട്ടും ബാക്കി കാര്യങ്ങളൊന്നും ഇല്ല ഇതിരിക്കുന്ന 2 ദിവസത്തെ. അപ്പം ഞാനും വിചാരിച്ചു ശരി കുഴപ്പമില്ലാന്ന് എഴുതിയിട്ടാണ് കേട്ടോ അതും ചെയ്തത്. അത്രേ ഉള്ളൂ. അല്ലാതെ വർക്കിൽ ഭയങ്കരമായിട്ടും ഞാനിപ്പം ഓടി നടന്ന് വർക്ക് ചെയ്യുക അല്ലെങ്കിൽ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. ഇത്രേ ഉള്ളൂ. ഞാൻ പറഞ്ഞല്ലോ 2 ദിവസം 5 ദിവസം അങ്ങനെയാണ് ഞാൻ ഈ സുഭദ്ര ആണെങ്കിലും ഇപ്പം ഈ പറഞ്ഞ ആ ഒരു വർക്ക് ഞാൻ ചെയ്തത്. ആ എപ്പിസോഡ്സ് ഒന്നും എനിക്കൊന്നും ഇതുവരെയും ടെലികാസ്റ്റ് ആയിട്ടില്ല, എന്നാവും എന്ന് എനിക്കറിയത്തില്ല. ഈ ഒരു വീക്കിലാവും എന്ന് തോന്നുന്നു. അങ്ങനെയാണെങ്കിലും ഞാൻ അതിന്റെ ഡീറ്റെയിൽ വീഡിയോ വേറെ ഇടാട്ടോ. ഞാൻ എന്റെ സീരിയൽ ആ ഒരു ജേർണി അല്ലെങ്കിൽ അതിനെ പറ്റിയിട്ടൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ ചെയ്ത മൂവിനെ പറ്റി ഞാൻ മുന്നേ പറഞ്ഞിരുന്നല്ലോ. അപ്പൊ ഞാൻ എന്റെ ഡബിങ് ഒക്കെ കഴിഞ്ഞു എന്ന് പറഞ്ഞു. അപ്പോൾ അതിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും. എന്നെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഞാൻ അതിലിട്ടിട്ടുണ്ട്. സോ ഹാപ്പി ന്യൂ ഇയർ എന്നാണ് മൂവിന്റെ നെയിം വന്നിട്ട്. ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ഇറങ്ങിയിട്ടുണ്ട്. ഇനി അതൊക്കെ കഴിഞ്ഞതിന് ശേഷം റിലീസ് ഡേറ്റ് ഒന്നും ഇതുവരെ ഫിക്സ് ആക്കിയിട്ടില്ല. അതിലൊക്കെ ഇപ്പോഴും കുറച്ച് കൺഫ്യൂഷൻസും കാര്യങ്ങളൊക്കെ നടക്കുന്നേ ഉള്ളൂ. സോ അതൊക്കെ ഞാൻ നിങ്ങളെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കാം. ലൈക്ക് എന്തെങ്കിലും ഒരു ഇത് ആയി കഴിയുമ്പോഴും ഞാൻ നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യാം. അല്ലാതെ വെറുതെ ഞാൻ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അല്ലെങ്കിൽ ഒരു കാര്യം നടക്കുന്നതിന് മുന്നേ പറഞ്ഞു കഴിഞ്ഞാൽ evil eyes is so real guys, and ഞാൻ അതിന്റെ വലിയൊരു വിക്ടിമാണ്. സോ അതുകൊണ്ട് തന്നെ ഞാനിപ്പം കാര്യങ്ങളൊക്കെ കുറച്ചും കൂടി വളരെ എന്താ പറയാ
പ്രൈവറ്റ് ആക്കി വെക്കാൻ നോക്കുന്നുണ്ട്. എത്രത്തോളം അത് വർക്കൗട്ട് ആവുമെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ സ്റ്റിൽ പലപ്പോഴും പറയരുതെന്നൊക്കെ വിചാരിച്ചിട്ട് വായിന്ന് അറിയാണ്ടൊക്കെ വീണ് പോയിട്ടൊക്കെ ഉണ്ട്. സോ യെസ്, അപ്പം അതാണ്. പിന്നെ അപ്പോൾ വർക്ക് അപ്ഡേറ്റ്സ് ഒക്കെ അത്രേ ഉള്ളൂ, പ്രത്യേകിച്ച് വേറെ ഒന്നുമില്ല. ഇനി ലൈഫ് അപ്ഡേറ്റ്സിൽ പറയാനായിട്ട് പ്രത്യേകിച്ച് എന്താ ഇപ്പൊ പറയാ, ഒന്നുമില്ല. എല്ലാവരും സന്തോഷമായിട്ടും കുഴപ്പമൊന്നുമില്ല, എല്ലാവരും ഓക്കെ ആയിട്ടിരിക്കുന്നു. നമ്മുടെ മച്ചാന് വിഷ്ണുവിന് കുറച്ച് ദിവസമായിട്ട് വയ്യ, അലർജീൻ്റെ കുറച്ചൊരു ഇഷ്യൂ ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. എനിക്ക് ഇതിൻ്റെ ഇടയ്ക്ക് പനിയായിരുന്നു, അതൊക്കെ മാറി. ഷൂട്ടിംഗ് ഒക്കെ കഴിഞ്ഞു, ഇപ്പോൾ കംപ്ലീറ്റ്ലി ഫ്രീ ആയി. എനിക്ക് തോന്നുന്നു ഇനി അത്യാവശ്യം കുറച്ച് നാളത്തേക്ക് ഷൂട്ടിംഗ് ഒന്നും ഇല്ല എനിക്ക്. ഞാൻ വീണ്ടും അൺഎംപ്ലോയിഡ് എന്നൊരു നിലയിൽ എത്തിയിരിക്കുകയാണ് ഗൈസ്. അപ്പം ആ ഒരു രീതിയിലൂടെയാണ് ഞാൻ ഇനി കുറച്ച് നാൾ പോകുന്നത് എന്ന് തോന്നുന്നു. അപ്പോൾ അതൊക്കെ പോട്ടെ. വർക്ക് അപ്ഡേറ്റ്സും ലൈഫ് അപ്ഡേറ്റ്സും ഒക്കെ ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ. അപ്പോൾ ഇനഫ് അബൌട്ട് മീ. ഇനിയിപ്പോൾ ഞാനിപ്പം പോയിക്കൊണ്ടിരിക്കുന്നത് എൻ്റെ ലൈഫിലെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരാൾ, നോട്ട് വിഷ്ണു, വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരാൾക്ക്. ഓക്കെ, എൻ്റെ ലൈഫിൽ ഇപ്പോൾ സ്പെഷ്യൽ ആയിട്ടുള്ള നമ്മുടെ വിഷ്ണുവിന് ഞാൻ എന്താ വാലന്റൈൻസ് ഡേ ആയിട്ട് മേടിച്ചു കൊടുത്തതെന്ന് കാട്ടിത്തരാം. ദിസ് ഇസ് വാട്ട് ഐ ബോട്ട് ഫോർ ഹിം. കാസിയോന്റെ ഒരു വാച്ചാണ്, പ്രത്യേകിച്ച് സംഭവമൊന്നുമില്ല. ഇരുട്ടത്ത് ലൈറ്റൊക്കെ കത്തുമല്ലേ, ഗ്ലോ ഇൻ ദ ഡാർക്ക് സംഭവമാണ്. അത് കണ്ടപ്പോഴത്തേക്ക് എനിക്കിനി വേറെ ഒന്നും വേണ്ട, അത് മതി. അങ്ങനെ ഞാനത് സെലക്ട് ചെയ്തത്. പ്രത്യേകിച്ച് എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഒത്തിരി ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ എടുത്തതാണ് ആ ഒരു സംഭവം. അത്ര എക്സ്പെൻസീവ്, ഇത്ര രൂപേന്റെ അങ്ങനെയൊന്നും പറയാനായിട്ടൊന്നും ഇല്ല. ഓക്കെ, മച്ചാൻ എനിക്ക് തിരിച്ച് എന്താണ് ഗിഫ്റ്റ് എന്ന് നിങ്ങൾക്ക് അറിയണോ? ഡയറി മിൽക്ക് സിൽക്ക് വിത്ത് ഹാർട്ട്, പിങ്ക് ഹാർട്ട്, നടുക്ക് നമുക്ക് പോപ്പ് ചെയ്യാൻ പറ്റുന്ന സാധനം, അതാണ് എനിക്ക് മേടിച്ചിരുന്നത്. അപ്പൊ ഇന്ന് മച്ചാന്റെ ട്രീറ്റ് ആണ്. വാലന്റൈൻസ് ഡേ നാളെയാണ്, പക്ഷെ ഇന്ന് മച്ചാന്റെ ട്രീറ്റ് ആണ്. ഹിസ് ഗോണ ബൈ മീ എ ബിഗ് വെരി ബിഗ് ഡയറി മിൽക്ക്. എനിക്ക് വിഷമമില്ല ഗൈസ്, കാരണം ഞാനൊരു സ്വീറ്റ് കൈൻഡ് ഗേൾ ആണ്. ഓക്കെ, സോ പക്ഷെ എനിക്ക് മച്ചാനപ്പം ഗിഫ്റ്റ് അല്ല, എനിക്കിന്ന് വാലന്റൈൻസ് ഡേ ആയിട്ട് എനിക്കിഷ്ടമുള്ള എന്താണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ, കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഇതിൻ്റെ ഇടയ്ക്ക് എനിക്കൊരു ദിവസം, കഴിഞ്ഞ വീക്ക് അല്ല ഈ വീക്ക് സ്റ്റാർട്ടിങ്ങിൽ എനിക്ക് ഫുഡ് പോയ്സൺ അടിച്ചു. വോമിറ്റിങ്ങും വയ്യായ്മയും ലൂസ് മോഷനും ഒക്കെ ആയിട്ട് ശരിക്കും പറഞ്ഞാൽ ഞാൻ മെലിഞ്ഞു പോയി. നല്ല രീതിക്ക് ഫുഡേ ഞാൻ ഇപ്പൊ കഴിക്കുന്നില്ല. അതുകൊണ്ട് എനിക്ക് നല്ലയിടത്ത് പോയി നല്ല രീതിയിൽ ഫുഡ് കഴിക്കണം എന്നാണ് എനിക്ക് ശരിക്കും പറഞ്ഞാൽ. ഞാൻ ഈ വട്ടം വിഷ്ണുവിനോട് പറഞ്ഞ് എന്ത് വേണം, എനിക്ക് ഗിഫ്റ്റായിട്ട് എന്ത് വേണമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞത് വേണ്ട, എനിക്കിത് മതി, എനിക്ക് നല്ല രീതിയിൽ ഫുഡ് കഴിച്ചാൽ മതി. ഒരു ദിവസം ചീറ്റ് ഡേ ആയിട്ട് ഞാൻ അങ്ങോട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു. അപ്പോൾ വിഷ്ണുവിന് ഞാനിത് മേടിച്ചു കൊടുത്തു. എൻ്റെ അമ്മയ്ക്കാണെങ്കിലും എൻ്റെ സിസ്റ്റർക്കാണെങ്കിലും ഒക്കെ ഞാൻ എൻ്റെ ലൈഫിലുള്ള ആൾക്കാർക്കൊക്കെ സ്പെഷ്യലായിട്ട് എനിക്ക് അങ്ങനെ ഇന്ന ഡേ എന്നൊന്നുമില്ല. പക്ഷെ എനിക്ക് തോന്നുമ്പോൾ ഞാൻ അവർക്ക് ഓരോന്നും മേടിച്ചു കൊടുക്കാറുണ്ട്. പക്ഷെ ഒരാൾക്കൊഴിച്ച്, അതായത് എൻ്റെ അച്ഛന് ഞാൻ മേടിച്ചു കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയാ, മറ്റേ ഡ്രസ്സ്, ഷർട്ട് അല്ലെങ്കിൽ അങ്ങനത്തെ സംഭവങ്ങളല്ലാണ്ട് ഞാൻ ഇന്നേ വരെ അച്ഛന് വേറെ ഒന്നും മേടിച്ചു കൊടുത്തിട്ടില്ല. ചെരുപ്പ്, അതൊക്കെ ഞാൻ അച്ഛന് മേടിച്ചു കൊടുക്കുന്നത്. അപ്പൊ ഈ വട്ടം ഐ തോട്ട് ഐ വുഡ് ഗിഫ്റ്റും സംതിങ് സ്പെഷ്യൽ, അല്ലെങ്കിൽ സംതിങ് ഇതുവരെ ഞാൻ ചെയ്തിട്ടില്ലാത്ത അങ്ങനത്തെ എന്തെങ്കിലും ഒരു സംഭവം ഗിഫ്റ്റ് ചെയ്യാമെന്ന് കരുതി. അച്ഛൻ ഇനി എന്നാ നാട്ടിൽ വരുന്നതെന്ന് പറയില്ല കേട്ടോ. അപ്പൊ ആ വരുന്ന ടൈമിലത്തേക്ക് അച്ഛനെ ഒന്ന് ഇതാക്കാമെന്ന് കരുതി, കൊടുക്കാം എന്ന് കരുതിയിട്ട് ഞാൻ അങ്ങനെ അതിന് വേണ്ടിയിട്ടുള്ള യാത്രയാണിത്. സോ ദാറ്റ് ഇസ് ഇറ്റ്. ഐ ഡോണ്ട് നോ വാട്ട് വിൽ ഹാപ്പൻ. നമ്മൾ ഈ പോകുന്ന വഴിക്ക് അല്ലെങ്കിൽ അവിടെ എത്തിയിട്ട് അല്ലെങ്കിൽ തിരിച്ചെന്താണ്, പ്രത്യേകിച്ച് പ്ലാൻസും കാര്യങ്ങളൊന്നും ഇല്ല. ഇന്നത് മേടിക്കണം എന്ന് മനസ്സിലുണ്ട്. പിന്നെ പറ്റുവാണെങ്കിൽ പ്രേമലു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മൂവി, അത് കൊള്ളാമെന്ന് കേൾക്കുന്നുണ്ട്, നല്ല റിവ്യൂ കേൾക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഇടയ്ക്ക് ഇറങ്ങിയതിൽ ഭയങ്കര അടിപൊളി എന്ന് പറഞ്ഞ എല്ലാ മൂവീസും നമ്മൾ കണ്ടു, പ്രേമലു ഒഴിച്ച്. സോ അത് ഒന്ന് പോയി കാണണം എന്ന് കരുതുന്നു. ഇനിയിപ്പോൾ എപ്പം ഷോ ഉണ്ട് എന്നൊന്നും നമുക്കറിയത്തില്ല, കാരണം ഇപ്പോൾ 12:45 ഇനിയിപ്പോൾ നമ്മൾ അവിടെ ചെല്ലുന്ന ആ ഒരു ടൈം അനുസരിച്ച് ഉണ്ടോ ഇല്ലയോ എന്ന് കൂടി അറിയത്തില്ല. എന്തായാലും ഇന്നൊരു ഫുൾ ഡേ അതിന് വേണ്ടി നമ്മൾ ഇതാക്കുകയാണ്. സോ ഇനിയിപ്പോൾ ഇല്ലെങ്കിൽ തന്നെ നമ്മൾ നല്ല രീതിയിൽ ഞാൻ ഫുഡൊക്കെ കഴിച്ച് വയറൊക്കെ നിറഞ്ഞ് വരുമ്പോഴത്തേക്ക് ഷോ ആവും എന്ന് ഞാനിങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്. സോ ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ അതാണ് സോഫാർ ഈ വീഡിയോൻ്റെ ഒരു കണ്ടന്റ്. ഓക്കെ, ബാക്കിയെല്ലാം എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുന്നതനുസരിച്ച് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം. ഒരു 1:30 കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ ലുലു എത്തി. നമ്മൾ നേരെ പോകുന്ന ഒരു ജ്വല്ലറിയിലേക്കാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കല്യാണ ടൈമിൽ നമ്മൾ ആവശ്യമുള്ള കല്യാണത്തിന് നമ്മൾ അങ്ങനെ താലി, മാല, അതേപോലെ റിങ്സ് ഒക്കെ എടുത്തത് നമ്മൾ ലുലുന്ന് തന്നെയായിരുന്നു. അപ്പോൾ ഈ വട്ടം നമ്മൾ അന്ന് കല്യാണം എന്നായിരുന്നെങ്കിൽ ഈ വട്ടം ജോസ്കോയിലേക്കാണ് കയറിയത്. അപ്പം നമ്മൾ അവിടെ പോയിട്ട് ഇതിപ്പോൾ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവില്ല എന്തുമായിരിക്കും ഞാൻ അച്ഛന് ഗിഫ്റ്റ് ചെയ്യുന്നതെന്ന്. യെസ്, മാലയാണ്. എൻ്റെ അച്ഛൻ ഒരുപാട് അങ്ങനെ സ്വർണം ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ വാച്ച് പോലും കെട്ടാത്തൊരു മനുഷ്യനാണ് കേട്ടോ.
അപ്പോൾ അച്ഛൻ ഇങ്ങനെ നാട്ടിൽ വരുന്ന ആകെ വർഷത്തിൽ 2 വട്ടം മറ്റോ വരും. അപ്പോൾ ആ ഒരു 10-14 ദിവസം ഉണ്ടാവും. ആ ഉണ്ടാവുന്ന ടൈമിൽ ഒരു മാലയുണ്ട്. ആ മാലയെ അച്ഛൻ യൂസ് ചെയ്യുന്നത്. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ കരിമണി മാലയെ നോക്കി, അതേപോലെ തന്നെ ആ മാലയുടെ കൂടെ ഇടാൻ ലോക്കറ്റും പിന്നെ ആനവാൽ മോതിരം അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ കണ്ടു. എനിക്കിഷ്ടമുള്ളൊരു മാലയും ലോക്കറ്റും ഞാനങ്ങ് സെലക്ട് ചെയ്തു കേട്ടോ. പിന്നെ ഞാൻ അതിവിടെ കാണിക്കുന്നില്ല, വേറെ ഒന്നും കൊണ്ടല്ല. അയ്യോ ഞാൻ ഇത്ര പൈസയ്ക്ക് ഇത്ര സാധനം മേടിച്ചു കേട്ടോ എൻ്റെ അച്ഛന് വേണ്ടിയിട്ട് എന്ന്. അതല്ല കേട്ടോ എൻ്റെ ഈ ഒരു വീഡിയോയിലുള്ള ആ ഒരു ഇൻറ്റൻഷൻ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വെരി ഫസ്റ്റ് ടൈമാണ് അച്ഛന് വേണ്ടി ഇങ്ങനെ ഒരു കാര്യം ചെയ്യുന്നത്. എൻ്റെ ഒരു സന്തോഷം അത് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നു. ദാറ്റ്സ് ഓൾ. അപ്പോൾ ഞാൻ ബില്ലൊക്കെ പേ ചെയ്തു, സാധനമൊക്കെ കയ്യിൽ മേടിച്ചിട്ട് നമ്മളിതേ നേരെ നടക്കുന്നത് ഫുഡ് കോർട്ടിലേക്കാണ് കേട്ടോ. നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ ഉച്ചയ്ക്കൊരു 3 മണി അടുപ്പിച്ചായിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഏറ്റവും മേലത്തെ ഫ്ലോറിലെത്തിയിട്ട് ഫുഡ് കഴിക്കാമെന്ന് കരുതി. അങ്ങനെ നമ്മൾ തലപ്പക്കട്ടിയിൽ പോയി. അതിൻ്റെ തൊട്ട് ഫ്രണ്ടിൽ തന്നെ സീറ്റ് കുറച്ച് വേക്കൻ്റ് ഉണ്ടായിരുന്നു. സോ നമ്മൾ അവിടെ ഇരുന്നു. അങ്ങനെ ഒരു 10 മിനിറ്റ്സിൽ ഫുഡ് വന്നു. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് മച്ചാൻ മൂവീൻ്റെ ടിക്കറ്റ് എടുക്കാനായിട്ട് പോയി. എൻ്റെ ഇടയ്ക്ക് ഫുഡൊക്കെ ഞാൻ പോയി മേടിച്ചിട്ട് വന്നു. അപ്പം മച്ചാൻ പോയിട്ട് തിരിച്ചു വരുന്നേരം ഞാൻ ഒന്ന് വെയിറ്റ് ചെയ്തു. ഞാനൊരു വെജ് കുസ്കയും മച്ചാൻ മട്ടൻ ബിരിയാണിയാണ് കേട്ടോ ഓർഡർ ചെയ്തത്. ഊണ് കഴിഞ്ഞാൽ ഒരു ഡെസേർട്ട് ഐറ്റം അത് മസ്റ്റാണ് കേട്ടോ എനിക്ക്. അങ്ങനെ ഫ്രൂട്ട് ബേയിൽ എത്തിയിട്ട് ഒരു ബെറിയപ്പാണ് കേട്ടോ ഓർഡർ ചെയ്തത്. മച്ചാൻ എന്തോ ഒരു മൊയ്റ്റോ ഓർഡർ ചെയ്തു. തീരെ കൊള്ളില്ലായിരുന്നു മച്ചാൻ്റെ മൊയ്റ്റോ. പക്ഷേ എൻ്റെ ബെറിയപ്പ് ഇത് വന്നിട്ട് ബ്ലാക്ക്ബെറിയാണ്. ബ്ലൂബെറി ഉണ്ട്, പിന്നെ അതേപോലെ സ്ട്രോബെറിയിലും ഇത് അവൈലബിൾ ആണ്. അടിപൊളിയാണ് കേട്ടോ. എനിക്ക് പണ്ടുതൊട്ടേ ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോൾ കുറേ ആയി ഞാൻ ഇത് കഴിച്ചിട്ട്. മച്ചാനോട് ഓൾറെഡി ഞാൻ വേറെ എന്തോ ഒരു ഐറ്റം ട്രൈ ചെയ്യാൻ പറഞ്ഞിട്ട് വേണ്ട എനിക്ക് മൊയ്റ്റോ മതി എന്നും പറഞ്ഞ് അതെടുത്ത് കൊള്ളാത്തതിൻ്റെ വിഷമത്തിലിരിക്കുകയാണ് പുള്ളിക്കാരൻ. ഒരു 3:45 ആയപ്പോഴത്തേക്കും നമ്മൾ PVR നടക്കുകയാണ് കേട്ടോ. 3:50 ഷോ ആണ് കേട്ടോ. പ്രേമലു കാണാനായിട്ട് പോവുക നമ്മൾ. PVRൻ്റെ വാഷ്റൂം കിടിലാണ് കേട്ടോ. അവിടെ കുറേ മിററൊക്കെ ഉണ്ട്, സ്റ്റാൻഡിങ് മിറർ. ഞാൻ അതിൽ നിന്ന് കുറേ ഫോട്ടോ സെഷനൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ അകത്തേക്ക് കയറുകയാണ്. അപ്പോൾ ഫുള്ളൊരു വാലന്റൈൻസ് മയത്തിൻ്റെ, ഞാൻ കരുതി ഫുൾ ലുലുമോള് ഡെക്കറൊക്കെ ചെയ്തിട്ടേ ഹാർട്ടിൻ്റെ ഇതൊക്കെ ചെയ്ത് എന്തെങ്കിലുമൊക്കെ ഇത് ഉണ്ടാവും എന്ന് കരുതി. പക്ഷേ അത്രയ്ക്കൊന്നും കണ്ടില്ല. പിന്നെ ജോസ്കോയിൽ കുറച്ചെന്തോ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടെ PVRൽ വന്നപ്പോൾ സ്ക്രീനിൽ എന്തൊക്കെയോ ഹാർട്ട് റിലേറ്റഡ് അങ്ങനെ എന്തൊക്കെയോ സംഭവങ്ങൾ ഉണ്ടായിരുന്നു എന്നല്ലാണ്ട് വേറെ പ്രത്യേകിച്ച് ഡെക്കറേഷനും കാര്യമൊന്നും കണ്ടില്ല. മൂവി സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ചിരി തുടങ്ങിയതാട്ടോ. ഇൻ്റർവെൽ ആയപ്പോഴും നമ്മൾ ചിരി നിർത്താൻ പറ്റുന്നില്ല. അതിൽ തമാശകളും എൻ്റെ അമ്മ കോമഡി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കിഡിലായിരുന്നു കേട്ടോ. മച്ചാൻ ഇങ്ങനെ ചിരിച്ചിരിച്ച് കണ്ടിട്ട് എത്ര നാളായെന്നറിയോ. കണ്ടിന്യൂസ് നമ്മൾ മാത്രമല്ല ഫുൾ തിയേറ്റർ ഇങ്ങനെ ചിരിക്കായിരുന്നു. ഇൻ്റർവെൽ ആയപ്പോഴേക്ക് കുടിക്കാൻ തോന്നിയിട്ട് ഞാൻ മച്ചാനെ വിട്ടിട്ട് പെപ്സിയോ എന്തെങ്കിലും ഡ്രിങ്ക്സ് മേടിച്ചിട്ട് ഞാൻ പറഞ്ഞു. അങ്ങനെ മച്ചാൻ പോയിട്ട് ഒരെണ്ണം മേടിച്ചിട്ട് വന്നു. എന്നിട്ട് എൻ്റെ അടുത്ത് പറയും ഈ ഒരെണ്ണത്തിന് എത്ര രൂപയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു കൂടി പോയി ഒരു 150 രൂപയായിട്ടുണ്ടാവും. അപ്പോൾ മച്ചാൻ പറയാം അല്ല ഇതിന് ഓൾമോസ്റ്റ് 300 അടുപ്പിച്ചായിരുന്നു. ഞാനിങ്ങനെ ഞെട്ടിപ്പോയി. വല്ലാത്തൊരു കൊള്ളയായിപ്പോയി കേട്ടോ. തിയേറ്റർ ഓൾമോസ്റ്റ് ഹൗസ്ഫുൾ ആയിരുന്നു കേട്ടോ. നമുക്ക് ഏറ്റവും ഫ്രണ്ടിൽ 3ാമത്തെ റോ ആണ് കേട്ടോ നമുക്ക് കിട്ടിയതും. ഒരുപാട് പേരുണ്ടായിരുന്നു. മൂവി എല്ലാവർക്കും ഇഷ്ടമായിരുന്നു എന്ന് അവരുടെ ചിരിയിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലായി. പിന്നെ മച്ചാൻ ഞാൻ ഗിഫ്റ്റ് കൊടുത്ത വാച്ച് കണ്ടോ, ഗ്ലോ ഇൻ ദി ഡാർക്ക് എന്നൊക്കെ ഞാൻ പറഞ്ഞില്ലേ, ഇതാണ് കേട്ടോ സംഭവം. അങ്ങനെ കിടിലും ഒരു ക്ലൈമാക്സോടെ മൂവി തീർന്നിരിക്കുകയാണ്. എൻ്റെ അമ്മോ ഇടയ്ക്കൊന്നും ഇത്രയും ചിരിച്ചിട്ടില്ല ഞാനും മച്ചാനും ഒന്നും. കുറേ വർക്ക് സ്ട്രെസ്സും കാര്യങ്ങളും ലൈഫ് സ്ട്രെസ്സൊക്കെ ആയിട്ടിരിക്കുന്നവർ എന്തായാലും ഈ മൂവി കാണണം കേട്ടോ. നിങ്ങൾ കുറേ നേരം അതൊക്കെ മറന്ന് ചിരിക്കും, മനസ്സ് നിറഞ്ഞ് ചിരിക്കും. എൻ്റെ കാലിൽ കിടക്കുന്ന ഈ ഒരു സ്റ്റോൺ എംബലിഷ്ഡ് ഹീല് വന്നിട്ട് തൊട്ട് ഫ്രണ്ടിലുള്ള ഈ മെട്രോയിൽ നിന്നാണ് കേട്ടോ മേടിച്ചത്. കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. കല്യാണത്തിന് ഞാൻ മേടിച്ചാണ് കേട്ടോ. അന്ന് ഇട്ടതാ, പിന്നെ ഇപ്പോഴാണ് ഞാൻ ഇടുന്നത്. അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇറങ്ങിയപ്പോഴത്തേക്ക് ഓൾമോസ്റ്റ് 7 മണി ആയിട്ടോ. അങ്ങനെ പിന്നെ നമ്മൾ നേരെ പാർക്കിംഗ് ലോട്ടിലേക്ക് നടന്നു. വേറെ പ്ലാൻസ് അങ്ങനെയൊന്നുമില്ല, വന്ന കാര്യമെല്ലാം നല്ല രീതിക്ക് നടന്നു. സോ ഇനിയിപ്പോൾ വീട്ടിലേക്ക് പോകാമെന്ന് എഴുതി ഇറങ്ങിയപ്പോഴത്തേക്ക് നല്ല ട്രാഫിക് ഉണ്ടായിരുന്നു. മെയിൻ റോഡ് കൂടെ അല്ലാണ്ട് പോകാമെന്ന് വെച്ചപ്പോഴത്തേക്ക് ഇത് ആക്ച്വലി എൻ്റെ സിസ്റ്റർ താമസിക്കുന്ന ഫ്ലാറ്റിൻ്റെ അടുത്താണ് കേട്ടോ. അവിടുത്തെ അമ്പലത്തിൽ ഉത്സവമാണ്. അപ്പം സിസ്റ്ററിൻ്റെ ഫ്ലാറ്റിൻ്റെ ഫ്രണ്ടിൽ കൂടെ പോയിട്ട് അവിടെ കയറിയില്ലെങ്കിലും മോശമല്ലേ, എങ്കിൽ പിന്നെ അവിടെയും കൂടി കയറി കുട്ടികളെ ഒന്ന് കാണാമെന്ന് എഴുതി. പ്രത്യേകിച്ച് ഒരു 5 മിനിറ്റ്സ് അത്ര പോലും നമ്മൾ നിന്നിട്ടുണ്ടാവില്ല. അവരെ ജസ്റ്റ് ഒന്ന് കണ്ടു കയറി ഉമ്മയൊക്കെ കൊടുത്തിട്ട് നമ്മൾ അപ്പം തന്നെ ഇറങ്ങി. വാലന്റൈൻസ് ഡേ സ്പെഷ്യൽ വീഡിയോനെക്കാട്ടിലും കൂടുതൽ എനിക്ക് തോന്നുന്നു ഒരു ഡേ ഔട്ട് വിത്ത് മൈ ഹബ്ബി ആയിരിക്കും ഇതിന് കുറച്ചും കൂടി ചേരുന്ന ക്യാപ്ഷൻ എന്ന് തോന്നുന്നു. ഈ വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിൽ ഞാനൊരു ക്യാമിയോ റോൾ ചെയ്തു ഒരു പുതിയ ചാനലിൽ, പുതിയ സീരിയൽ എന്നൊക്കെ പറഞ്ഞല്ലോ. സുഗമോ ദേവി എന്ന് പറയുന്ന ഫ്ലവേഴ്സ് ചാനലിൽ ടെലികാസ്റ്റ് ചെയ്യുന്ന സീരിയലാണ് കേട്ടോ. ഇപ്പൊ ഇന്ന് തൊട്ട് അത് ടെലികാസ്റ്റ് ചെയ്യുന്നുണ്ട് എൻ്റെ എപ്പിസോഡ്സ്. അപ്പോൾ അതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ വേറെ അപ്ലോഡ് ചെയ്തേക്കാം. അപ്പോൾ എൻ്റെയും വിഷ്ണുവിൻ്റെ ഈ ഒരു ഡേ ഔട്ട് വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടമായിരുന്നു. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ചിൽഡ്രൻ ടേക്ക് കെയർ.